അടുത്തതായിട്ട് I would like to welcome the former Minister of Agriculture of Kerala, Mr. V.S. Sunilkumar sir, for the inauguration speech. ഏറ്റവും സ്നേഹം നിറഞ്ഞ ആർഡൻ ഹോം ഹെൽത്ത് കെയർ ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ വിജേഷ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമുക്കെല്ലാം പ്രിയപ്പെട്ട കവിയും പാട്ടുകാരനും അതിനേക്കാളെല്ലാം ഉപരിയായി ഒരു നല്ല മനുഷ്യസ്നേഹിയുമായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ ചന്ദ്രശേഖരൻ, ഇവിടെ വിശിഷ്ടാതിഥിയായിട്ടുള്ള അനുമോൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ആർഡൻ ഹോം ഹെൽത്ത് കെയർ എന്ന സ്ഥാപനം അതിൻ്റെ സേവന പ്രവർത്തനങ്ങളുടെ 10 വർഷം പിന്നിടുന്ന ഈ വേളയിൽ ഈ ആഘോഷ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടുകൂടി നിർവഹിച്ചതായി ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ആതുര ശുശ്രൂഷ രംഗത്ത് ഇന്ന് ഒരുപാട് സേവനങ്ങൾ ആവശ്യമായി വന്നിരിക്കുന്ന കാലമാണ്. കാരണം ഈ രോഗാതുരായിട്ടുള്ള ബെഡ് റിഡൻ ആയിട്ടുള്ള ഒരുപാട് രോഗികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. പലതരത്തിലുള്ള ശ്രദ്ധ ആവശ്യം വരുന്ന ആളുകളാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്ര പണക്കാരനാണെങ്കിലും എത്ര പാവപ്പെട്ടവരാണെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും കൂടുതൽ ശ്രദ്ധയും അല്ലെങ്കിൽ പരിലാളനവും ആവശ്യമായിട്ട് വരുന്ന സമയം എന്ന് പറയുന്നത് രോഗം വരുമ്പോഴാണ്. ഈ രോഗം വരിക എന്ന് പറയുന്നത് ഒരു കുറ്റമായിട്ടുള്ള കാര്യമില്ല. ആർക്കും വേണമെങ്കിൽ എപ്പോഴും രോഗങ്ങൾ വരാം. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ വീടുകളിൽ അച്ഛൻ, അമ്മ, മകൻ അല്ലെങ്കിൽ മകൾ എന്ന നിലയിലേക്ക് ചുരുങ്ങി പോകുമ്പോൾ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഒരു അസുഖം വന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ആരുമില്ലാത്ത സാഹചര്യം എല്ലാവർക്കും ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം നമ്മുടെ കുടുംബങ്ങളിൽ വന്നിട്ടുള്ളൊരു മാറ്റമാണ്. അത് ആരുടെയും കുഴപ്പമില്ല, സമൂഹത്തിൽ വന്നിരിക്കുന്ന ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്. അച്ഛനമ്മ വീട്ടിലുണ്ട്, അച്ഛനോടും അമ്മയോടും മാതാപിതാക്കളോടും സ്നേഹപൂർവ്വമൊന്നും മകൾക്കില്ല. ഇത് നല്ല സ്നേഹമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അവർക്ക് അച്ഛൻ്റെയും അമ്മയുടെ കൂടെ നിൽക്കാൻ പറ്റില്ല. വിദേശത്തായിരിക്കും. ആ സമയത്തായിരിക്കും അച്ഛനും അമ്മയ്ക്ക് അസുഖങ്ങൾ വരുന്നത്. ഇനി അവരിവിടെ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ രോഗത്തിന് ചികിത്സിക്കാൻ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട കെയർ കൊടുക്കാനുള്ള പ്രൊഫഷണലിസം ചിലപ്പോൾ ആളുകളില്ലാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പം എല്ലാ രോഗികളെയും ആശുപത്രി മാത്രം കൊണ്ടുപോയി ചികിത്സിക്കാൻ പറ്റുന്നവരല്ല. ഇപ്പം ഒരു പക്ഷാഘാതം ഉണ്ടായിരിക്കുന്ന ആളുകളും പാലിയേറ്റീവ് കെയർ വേണ്ടി വരുന്ന ആളുകളും തുടങ്ങി ഒട്ടനവധി രോഗങ്ങൾ നേരിടേണ്ടി വരുന്ന കുടുംബങ്ങളിലെ രോഗികളായി വരുന്നവർക്ക് ശരിയായ പരിചരണം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മേഖല ഇന്ന് വികസിച്ചു വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും പെട്ടെന്ന് പക്ഷാഘാതം വന്നു കഴിഞ്ഞാൽ ആ രോഗിക്ക് കിടക്കാൻ ആവശ്യമായിട്ടുള്ള കട്ടില് നമ്മുടെ വീട്ടിലുള്ള കട്ടിൽ പോരാണ്ട് വരും. തൻ്റെ രോഗിയെ ഉയർത്തി വയ്ക്കാനും ആ രോഗിയുടെ സൗകര്യത്തിനും സന്തോഷത്തിനനുസൃതമായി ആ രോഗിയുടെ കിടപ്പിനെ ക്രമീകരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം നമ്മുടെ വീട്ടിലെ കട്ടിലുണ്ടാവില്ല. ബെഡ് സോർ പോലെ രോഗങ്ങൾ വരുമ്പോൾ വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള കിടക്ക വേണ്ടി വരും. അയാൾക്ക് ചിലപ്പോൾ ചില സമയത്ത് ഓക്സിജൻ കൊടുക്കേണ്ട സാഹചര്യം വരും. അത് കിടക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ കഫം നെഞ്ചിൽ കെട്ടുമ്പോൾ അത് സക്ക് ചെയ്തെടുക്കാനുള്ള സംവിധാനങ്ങൾ വേണ്ടി വരും. ഇതൊന്നും ഒരു വീട്ടിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു കുടുംബക്കാരെ സംബന്ധിച്ച് ക്രമീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് അത് ആ സൗകര്യങ്ങൾ കൊടുക്കേണ്ട സാഹചര്യങ്ങളാണ്. ഇങ്ങനെയുള്ള നിരവധി സേവനങ്ങളുടെ സാധ്യതകളെ കണ്ട് അത് ഏറ്റവും ശരിയായ രീതിയിലും ശാസ്ത്രീയമായ രീതിയിലും ആ സർവീസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കമ്പനി പോലെ ഒരു സംവിധാനം തുടങ്ങുക എന്ന് പറയുന്നതാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ കമ്പനി ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ സമൂഹത്തിൻ്റെ ആവശ്യകതയെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു സർവീസ് സെൻറ്റർ, ഹെൽത്ത് കെയർ സർവീസ് സെൻറ്റർ തുടങ്ങിയത്.
അതിലവർ കാണിക്കുന്ന, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, അതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം കമ്മിറ്റ്മെന്റ് ആണ്. ഒരു പ്രൊഫഷണലായി നടത്തുന്ന ഒരു കമ്പനി എന്ന നിലയിൽ ലാഭത്തിന് വേണ്ടിയാണ് എങ്കിൽ പോലും ആ ചെയ്യുന്ന കാര്യങ്ങൾ കമ്മിറ്റ്മെന്റോട് കൂടി ശരിയായ രീതിയിൽ അവർക്ക് സർവീസ് വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം തൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്ന തരത്തിലേക്ക് ആ സർവീസ് കൊടുക്കാൻ കഴിയുമ്പോഴാണ് ആ കമ്പനി വിജയിക്കുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യരംഗത്ത് അഡൻ എന്ന് പറയുന്ന നമ്മുടെ ഈ കമ്പനി കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കേരളത്തിലെ ഒരു മികച്ച കമ്പനിയായിട്ട് വളർന്നിട്ടുള്ളത് ഈ ഒരു രീതിയിലുള്ള സർവീസ് കൊണ്ടാണെന്നാണ് എൻ്റെ ധാരണ. അതിന് ഭാഗമായി നമ്മുടെ കമ്പനി, ഇവരുടെ ഈ കമ്പനി വ്യക്തിഗതമായ രീതിയിലുള്ള സർവീസിന് പുറമെ പല വലിയ ആശുപത്രികൾക്കും വേണ്ട ഹോം കെയർ സർവീസ് കൂടെ ഇവരിൽ നിന്നും അവർ വാങ്ങുന്നു എന്നുള്ളതാണ്. ഒരു വലിയ ഹോസ്പിറ്റലിൽ ഞാൻ മനസ്സിലാക്കിയത്, ഒരു വലിയ ഹോസ്പിറ്റലിൽ കിടക്കാൻ വരുന്ന രോഗികളുടെ കൂടെ നിൽക്കാൻ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരു ICU പേഷ്യൻ്റാണ്, മക്കളില്ല, ഒരു ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലെങ്കിൽ ആ സ്വന്തം ബന്ധുക്കളെ പോലെ തന്നെ ഒരു ബൈസ്റ്റാൻഡറുടെ സാന്നിധ്യം ഉണ്ടാക്കി കൊടുക്കുക. ഒരു രോഗി ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ആ രോഗിക്ക് ആ ഹോസ്പിറ്റലിൽ OP ടിക്കറ്റോ അല്ലെങ്കിൽ ഡോക്ടറുടെ വേണ്ട അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്യുന്നത് എടുത്തു കൊടുത്ത് അയാളെ എല്ലാ തരത്തിലുള്ള ടെസ്റ്റുകളും കൊണ്ട് നടത്തി ചെയ്യിപ്പിച്ച് അയാൾക്ക് എല്ലാ രീതിയിലുള്ള സർവീസും കൊടുത്ത് വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. കാരണം നമ്മുടെ ബന്ധുക്കളും സ്വന്തക്കാരും ഇതെല്ലാം നമുക്ക് സൗജന്യമായി ചെയ്തു തരുന്നവരില്ലെങ്കിൽ, നമ്മുടെ കയ്യിൽ പണമുണ്ട് അല്ലെങ്കിൽ നമുക്ക് അതിന് സൗകര്യമുണ്ട്, അത് ശരിയായ രീതിയിൽ ചെയ്തു തരാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാകുന്നതും കൂടി ഈ ഹെൽത്ത് കെയർ സർവീസിന്റെ ഭാഗമായി ഗ്രൂപ്പ് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ആവശ്യകത ഇന്നിപ്പോ നമ്മുടെ സമൂഹത്തിൽ ഹോം നഴ്സ് സംവിധാനങ്ങൾ ഇപ്പൊ എല്ലാ വീടുകളും, ഇപ്പൊ എൻ്റെ തന്നെ ഫാദറിലോ ഒരു ബെഡ്രിഡൻ ആയിട്ടൊരു പേഷ്യൻ്റാണ്. ഞങ്ങളൊരു ഹോം കെയർ സർവീസ്, ഹോം നഴ്സിന്റെ സർവീസോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ പരിപാലിക്കുന്നത്. വീട്ടിലാളുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ശരിയായ രീതിയിലുള്ള ഒരു പരിചരണം കൊടുക്കണമെങ്കിൽ, കാരണം ട്യൂബിലൂടെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടുകാർ മാത്രം വിചാരിച്ചാൽ പ്രൊഫഷണലായിട്ടുള്ള ആളല്ലെങ്കിൽ ട്യൂബിലൂടെ കൊടുക്കുന്ന ഭക്ഷണത്തിനകത്ത് പല രീതിയിലുള്ള ഇൻഫെക്ഷൻ വരാനും ഒക്കെ സാധ്യതകളുണ്ട്. ട്യൂബ് ഇടയ്ക്ക് മാറ്റേണ്ടി വരും, യൂറിൻ ട്യൂബ് മാറ്റേണ്ടി വരും. അപ്പോൾ അതിലെല്ലാം തന്നെ നമുക്ക് ഒരു ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യുന്ന ഒരു പരിചരണം ഇല്ലെങ്കിൽ നമ്മുടെ രോഗി കഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആളുണ്ടെങ്കിൽ പോലും, മകനോ മകളോ ഒക്കെ ഉണ്ടെങ്കിലും ആ സർവീസ് കൊടുക്കാൻ ഇന്ന് സാധ്യത ഉണ്ടെങ്കിൽ നമ്മുടെ സാധ്യത തേടും. 10-25 കൊല്ലം മുമ്പ് അങ്ങനെയല്ലായിരുന്നു. അങ്ങനെ നേരത്തെ ആണെങ്കിൽ മൂത്രം അറിയാതെ പോവുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. മൂത്രം അറിയാതെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ അതിൻ്റെതായ ആ കാലത്ത് കിട്ടുന്ന സൗകര്യം വെച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് അതിനോട് സൗകര്യം ഉണ്ടെങ്കിൽ, ആ സൗകര്യം നമുക്ക് ലഭ്യമാകുന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ ഇന്ന് ആളുകളുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു രംഗത്തേക്ക് ഒരിക്കൽ ശോഭിക്കാൻ കഴിയുന്നത്. അതിലവർ കാണിക്കുന്ന അതിൻ്റെ ക്വാളിറ്റിയും കമ്മിറ്റ്മെൻറ്റും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമ്മുടെ കമ്പനിക്ക് കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് വളരാനുള്ള സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്ത് ഒട്ടനവധി ആശുപത്രി, ഇപ്പോൾ നമുക്ക് എല്ലാ രംഗത്തും, ഇപ്പോൾ നമുക്കൊരു 50 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 15 കൊല്ലം 20 കൊല്ലം മുമ്പ് ഇവിടെ എത്ര ഡയാലിസിസ് യൂണിറ്റുകൾ തൃശ്ശൂർ ഉണ്ടായെന്ന് വെച്ചാൽ ഒരു ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ താവട്ടത്തിൽ തന്നെ 10-15 ഡയാലിസിസ് യൂണിറ്റുകൾ ഇന്ന് നമ്മുടെ പ്രദേശങ്ങളിലുണ്ട്. അപ്പോൾ നേരത്തെ ഡയാലിസിസ് നടത്തിയിരുന്നു, നമ്മൾ അറിയില്ല. ഇപ്പോൾ ഡയാലിസിസ് ആവശ്യമുണ്ടെങ്കിൽ ഡയാലിസിസ് കൊടുക്കാൻ സൗകര്യങ്ങളുണ്ട്. പണ്ട് ഡയാലിസിസ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇനി അത് രക്ഷയില്ലാന്ന് വിചാരിച്ചിട്ട് കാലം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പൊ പല ആളുകൾ നമ്മൾ കാണുമ്പോൾ ഞാനിപ്പോൾ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്, എത്ര ആഴ്ചയിൽ 3 ഡയാലിസിസ് ആയിട്ടാണ് എനിക്ക് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് സാധാരണ പോലെയായി മാറിയിരിക്കുന്നു. കാരണം ഫെസിലിറ്റീസും പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകളും ഇന്ന് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ രോഗം വരുന്ന ആളുകൾക്ക് ആ സാങ്കേതികമായ പരിജ്ഞാനത്തിന്റെ അനുസൃതമായിട്ടുള്ള പരിപാലനം ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു സോഴ്സായി നമ്മുടെ പ്രൈവറ്റ് മേഖലയിൽ തന്നെ ചെറുപ്പക്കാരുടേതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കുമ്പോൾ അതിന് കീഴിൽ പ്രവർത്തിക്കുന്നത് ഞാൻ മനസ്സിലാക്കി 400ഓളം ആളുകൾ ഈ ഒരു കമ്പനിയിൽ വിവിധ രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്. പല മേഖലകളിലെ അതിനർത്ഥം എത്ര ആളുകൾക്ക് ജോലി കൊടുക്കും. അപ്പോൾ ഇത് ആളുകൾക്ക് അവിടെ വരുന്ന ഒരുപാട് പേഷ്യൻസിന് ചികിത്സിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു 400-ലധികം കുടുംബങ്ങൾ ഈ ആർഡൻ ഹോം കെയർ കമ്പനിയുടെ ഭാഗമായി അവർ ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ഒരു വലിയ കാര്യം പ്രൈവറ്റ് മേഖലയിലാണ് എങ്കിൽ പോലും
ആ പ്രൈവറ്റ് മേഖലയിൽ ആയതുകൊണ്ട് തന്നെ 400-500 കുടുംബങ്ങൾ ഈ ഒരു ഹോം കെയർ ഹെൽത്ത് കെയർ മേഖലയിലുള്ള ഈ കമ്പനി മൂലം അവർക്ക് ജോലി കിട്ടുന്നു, അവർക്ക് ശമ്പളം കിട്ടുന്നു, അവർ മാന്യമായി ജീവിക്കുന്നു, അവർ മക്കളെ സ്കൂളിൽ കഴിക്കാൻ കഴിയുന്നു, അവരുടെ കുടുംബങ്ങൾ ഭക്ഷണം കഴിച്ച് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അതാണെന്ന് അതിന് തൊഴിലാളികളെയും കൂടി ദിനമായിട്ട് കാരണം അതായിരിക്കുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനി എന്ന നിലയിൽ ഇതിന്റെ സാധ്യതകളെ മാക്സിമം ഇനിയിപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഞാൻ കണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാനിവിടെ തൃശ്ശൂർ തന്നെ സ്ഥലത്ത് നോക്കിയപ്പോൾ വീട്ടിൽ കിടന്ന് ചികിത്സിക്കാൻ സൗകര്യങ്ങളില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ മാത്രം ചികിത്സിക്കുന്ന 2, 3, 4, 5 ബെഡുകളൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ സംവിധാനങ്ങളോട് കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ ഒരു പക്ഷേ 50-100 ആളുകളെ സെയിമായ ഒരേപോലെയുള്ള ആളുകളെ വീട്ടിൽ സൗകര്യങ്ങളില്ലെങ്കിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇത് വളരാനുള്ള കാര്യത്തിൽ വിദേശമൊക്കെ ആലോചിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ രൂപത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലും ഏറ്റവും മികച്ച സൗകര്യം സാധാരണക്കാർക്ക് ലഭ്യമാകുന്ന തരത്തിൽ അവരുടെ സാമ്പത്തിക ശേഷിക്ക് അനുസൃതമായ രീതിയിലുള്ള ഏറ്റവും മികച്ച സൗകര്യം കൊടുക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് ഇതിൻ്റെ വളർച്ച മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ആർഡൻ ഹോം ഹെൽത്ത് കെയർ എന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇന്ന് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ജില്ലകളിൽ നിങ്ങളുടെ സേവനം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടുതൽ മേഖലകളിലേക്ക് ഇതിൻ്റെ സേവനം ലഭ്യമാകത്തക്ക വിധത്തിൽ നമ്മുടെ ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ അവരോടുള്ള പ്രത്യേക സ്നേഹം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. നമസ്കാരം.